ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ കേക്ക് ബേക്കേഴ്സിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് മുന്നേ മിൽക്ക് ചോക്ലേറ്റ് അതുപോലെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒക്കെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു കോമ്പൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യാനും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗണേഷ് തയ്യാറാക്കി എടുക്കാനൊക്കെ ഉപയോഗിക്കാം. അതായത് നമ്മൾ പുറത്തുനിന്ന് കോമ്പൗണ്ട് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന കാര്യം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ ഇത് എത്ര നാൾ സ്റ്റോർ ചെയ്യും, ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള രീതിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് മോൾഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അതല്ലെങ്കിൽ കപ്പ് കേക്ക്സിൻ്റെയൊക്കെ സിലിക്കോൺ മോൾഡൊക്കെ ഉണ്ടാവില്ലേ, അതുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ഇനി ഈ ചോക്ലേറ്റ് മോൾഡും കപ്പ് കേക്ക് മോൾഡും ഒന്നും കയ്യിലില്ലാത്തവർ ജസ്റ്റ് അലുമിനിയം ഫോയിൽ ഒരു 3 ഷീറ്റ് ഇതുപോലെ ഒരേ സൈസിലൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് നല്ല കട്ടിയുള്ള അലുമിനിയം ഫോയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ കഴിയുക. ഈ 3 ഷീറ്റും ഒരുമിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എത്രത്തോളം സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നങ്ങ് 4 സൈഡിലും ഫോൾഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങളെ മെഷർമെൻറ്റൊക്കെ നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം വലുതായുള്ളത് എനിക്ക് ഇത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെറിയ സൈസിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാപ്ലർ പിന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഒന്നുകിൽ മോൾഡ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ടുള്ള മോൾഡ് ഉപയോഗിക്കാൻ വേണ്ടി നോക്കാം. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് ഒരു ഇത്തിരി ബട്ടർ ഗ്രീസ് ചെയ്തെടുക്കാം. എണ്ണ ഉപയോഗിക്കരുത്, ബട്ടർ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ചോക്ലേറ്റ് കോമ്പൗണ്ട് റെഡിയാക്കി എടുക്കുന്നത്. ഒരു പാത്രത്തിൻ്റെ കാൽ ഭാഗത്തിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വെള്ളം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം കുറക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക. പാത്രം ജസ്റ്റ് ഒന്ന് ചൂടായി വരണം. ഒന്നങ്ങ് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ്. 1/2 കപ്പ് എന്ന് പറയുന്നത് 60 ml കപ്പാണ് കേട്ടോ. അതുപോലെ നമ്മൾ സാൾട്ടഡ് ബട്ടർ ഉപയോഗിക്കരുത്, അൺസാൾട്ടഡ് ബട്ടർ തന്നെ വേണം ഇതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബട്ടറിന് പകരം വെളിച്ചെണ്ണ വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി എടുക്കാറുണ്ട്. പക്ഷേ അതിനെന്തായാലും ഒരു വെളിച്ചെണ്ണയുടെ സ്മെല്ലുണ്ടാകും. അപ്പോൾ ഈ കേക്ക് ബേക്കിങ്ങിനൊക്കെ വേണ്ടി തയ്യാറാക്കി എടുക്കുന്നവർ മാക്സിമം നിങ്ങൾ ബട്ടർ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. കാരണം നമ്മുടെ കേക്കിനൊക്കെ ആ ഒരു വെളിച്ചെണ്ണയുടെ സ്മെല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുമ്മാ നമുക്ക് കഴിക്കാനൊക്കെ റെഡിയാക്കി എടുക്കുന്നതാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് 1/2 കപ്പ് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. അതല്ലെങ്കിൽ 1/2 കപ്പ് ബട്ടർ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുക. നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം ഒരു അരിപ്പയിലോട്ടേക്ക് 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഒന്നങ്ങ് അരിച്ച് ചേർത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള പൊടിച്ച പഞ്ചസാര, അതും 6 ടേബിൾ സ്പൂണാണ്. 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അതുപോലെ തന്നെ 6 ടേബിൾ സ്പൂൺ തന്നെ പൊടിച്ച പഞ്ചസാരയും. എന്നിട്ട് അതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് തന്നെ ഈ ഒരു ബട്ടർ മിക്സിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഐസിങ് ഷുഗർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഈ പൊടിച്ച പഞ്ചസാരയും നമ്മുടെ ഈ കൊക്കോ പൗഡറൊക്കെ ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായിട്ട് കണ്ടില്ലേ, നല്ല രീതിയിലൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ വാനില എസൻസ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വാനില എസൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ല ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മോൾഡിനകത്തോട്ടേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് തറയിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി. അരമണിക്കൂർ 3/4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് സെറ്റായിട്ട് വരും. ഫ്രീസറിനകത്താണ് കേട്ടോ വെക്കുന്നത്, ഫ്രിഡ്ജിനകത്ത് താഴ്ഭാഗത്തൊന്നല്ല, ഫ്രീസറിനകത്ത് 1 മണിക്കൂർ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റാകും. അപ്പോൾ ഇത് കറക്റ്റ് 1 മണിക്കൂർ 3/4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അലുമിനിയം ഫോയിലൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇത് എത്രത്തോളം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ റെസിപ്പിയിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കൊക്കോ പൗഡറും അതുപോലെ ഷുഗറൊക്കെ അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിവാക്കുക, ബട്ടർ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ല രീതിയിൽ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് കോമ്പൗണ്ട് നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി സമയം പുറത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മെൽറ്റായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിനകത്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല, കാരണം പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്തോട്ടേക്ക്, ഞാനിപ്പോൾ ഒരു സാൻഡ്വിച്ച് ബാഗിനകത്തോട്ടേക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്രീസറിനകത്തൊന്നും വെക്കേണ്ട, ഫ്രിഡ്ജിൻ്റെ താഴ്ഭാഗത്ത് എവിടെയെങ്കിലും, ഫ്രിഡ്ജിനകത്ത് എവിടെയെങ്കിലും ആയിട്ടൊന്ന് വെച്ചാൽ മതി. ഇത് നമുക്ക് 1 മാസത്തോളം സൂക്ഷിക്കാം കേട്ടോ. കറക്റ്റ് 1 മാസം വരെയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ ചീത്തയാവില്ല. നല്ല രീതിയിൽ നമുക്ക് ചോക്ലേറ്റ് ഗണേഷ് തയ്യാറാക്കിയെടുക്കാനും അതുപോലെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റ്
ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടില്ലേ, ഞാനൊന്ന് കട്ട് ചെയ്ത് ശേഷമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവില്ല. നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് മെഷർമെൻറ്റ്സ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കുറേ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കണം എന്നാണെങ്കിൽ ഈ മെഷർമെൻറ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് ഡബിൾ ചെയ്തിട്ട് തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.